പെന്തക്കോസ്തുകാർ മാർത്തോമാ സഭയോട് നന്ദി പറയണം. ഇതാവശ്യപ്പെട്ടിരിക്കുന്നത് മാർത്തോമാ സഭയിലെ സീനിയർ വൈദികരിൽ ഒരാളായ റവറൻഡ് ആർ.സി. തോമസ് അച്ഛനാണ്. അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞത്, അതിൻ്റെ കാരണം എന്താണ്, അതിൽ അച്ഛൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാം. എന്നാൽ അതിനു മുൻപായി അച്ഛൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം. എന്നാൽ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നിച്ച് സഞ്ചരിക്കാം. പ്രധാനമായിട്ടും സമകാലികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തീയ പ്രതികരണമാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. മാത്രവുമല്ല, ധാരാളം ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ, അഭിമുഖങ്ങൾ ഒക്കെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അച്ഛൻ്റെ വാക്കുകളിലേക്ക് പ്രവേശിക്കാം. 1970 ശേഷം ഈ സഭയിലുണ്ടായതായ ഒരു പ്രസ്ഥാനമാണ് ഈ ഗൾഫ് ആത്മീയത. ഈ ഗൾഫ് ആത്മീയതയുടെ ആരംഭം നമ്മൾ നോക്കുന്നതായ അവസരത്തിൽ ആദ്യകാലങ്ങളിൽ നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അവിടെ പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ തോതുകളിലെ ഇടവകളുണ്ടായി. എന്നാൽ ഈ പട്ടത്ത നേതൃത്വത്തിലുള്ള ആ നേതൃത്വം ഇന്ന് കാണുന്ന പോലെ ശക്തിപ്പെട്ടത് നാളുകൾക്ക് ശേഷമാണ്. എന്നാൽ ആ സമയം കൊണ്ട് ഈ അവിടെ ചെന്നതായ മാർത്തോമാക്കാരെ സ്വാധീനിച്ചത് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് അനേകര് ഈ മാർത്തോമാ സഭ വിട്ട് പെന്തക്കോസ്തിൽ പോകാനായിട്ട് കാരണമായി തീർന്നത് ഗൾഫ് ജീവിതമാണ്. അല്ലെങ്കിൽ ഗൾഫിൽ ഉളവായതായ പട്ടക്കാരെ അയക്കാഞ്ഞതോ, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ പട്ടക്കാർക്ക് എല്ലാ ഇടവകളിലും എല്ലാ സ്ഥാനങ്ങളിലും ചെന്ന് ചേരാനായിട്ടുള്ള പരിമിതി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതായത് പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് മാർത്തോമാക്കാരോടാണ്. കാരണം വെളുത്ത പെന്തിക്കോസും കറുത്ത പെന്തിക്കോസും ഉണ്ടല്ലോ. വെളുത്ത പെന്തിക്കോസ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഈ കുമ്പനാട് കേന്ദ്രീകരിച്ചുള്ള IPC പോലുള്ളതായ, അപ്പൊ അതിനകത്ത് ഉള്ള ഒരു 90% ആൾക്കാരും എക്സ് മാർത്തോമാക്കാരായിരുന്നു എന്നുള്ളത് കാണാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ അനേകര് മാർത്തോമാ സഭ വിട്ട് പെന്തിക്കോസിൽ പോയി എന്ന് മാത്രമല്ല, അവിടെ നിന്നവരെ, അതായത് മാർത്തോമാ സഭയിൽ നിന്നവരെയും സ്വാധീനിച്ചത് മാർത്തോമാ സഭയുടെ രീതികളെക്കാൾ കൂടുതലായി പെന്തിക്കോസ് രീതികളാണ്. അവരുടെ കൈയടിച്ചുള്ളതായ പാട്ടും അവരുടെ കൂട്ടായ്മയും, അതുപോലെ തന്നെ അച്ഛന്മാരെല്ലാ കൂട്ടായ്മയ്ക്കും വേണമെന്നില്ല. അവിടെ കുട്ടി നേതാക്കന്മാരുണ്ടായി, അവര് നേതൃത്വം കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? അതിൻ്റെ ഫലമായിട്ടുണ്ടായതെന്ന് ചോദിച്ചാൽ, അവിടെ നിന്നും ജോലി അവസാനിപ്പിച്ച് വന്നവർ, ഇത് ഗൾഫിന് മാത്രമുള്ള പ്രത്യേകതയാണ്. നമ്മുടെ ആൾക്കാര് മലേഷ്യക്ക് പോയി, അമേരിക്കയ്ക്ക് പോയി, ന്യൂസിലൻഡിന് പോയി, ഓസ്ട്രേലിയക്ക് പോയി, യൂറോപ്പിന് പോയി. അവർ മൈഗ്രേറ്റ് ചെയ്തെങ്കിലും അവിടെ നിന്ന് ആരും തിരിച്ചു വരികയോ അവരുടെ ആത്മീയത ഇങ്ങോട്ട് തിരിച്ച് ഒരു റിവേഴ്സ് മൈഗ്രേഷനിൽ കൂടെ ഇങ്ങോട്ട് അത് ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല. എന്നാൽ ഗൾഫ് ആത്മീയത ചെയ്തതെന്തെന്ന് ചോദിച്ചാൽ, ഒരു പെന്തിക്കോസ് ആത്മീയത ഈ സഭയിൽ ഉണ്ടാക്കാനായിട്ട് കാരണമായി തീർന്നത് ഗൾഫ് ആത്മീയതയാണ്. അപ്പൊ അതിന് പല പല പ്രത്യേകതകളുണ്ട്. ഒരു പക്ഷെങ്കിൽ അവരുടെ അവിടെ ഉള്ളതായ ഇൻസെക്യൂരിറ്റി അതിന് കാരണമായി തീർന്നെന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഈ സഭയിലെ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ ഗൾഫ് ആത്മീയത അനേകരെ മാർത്തോമാ സഭയിൽ നിന്ന് പെന്തിക്കോസിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഈ മാർത്തോമാ സഭയ്ക്ക് ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതിനും കുട്ടി ദൈവങ്ങൾ ഉണ്ടാകുന്നതിനും ഓരോരുത്തരുടെ നേതൃത്വത്തിൽ ഓരോ കൂട്ടായ്മ ഫെലോഷിപ്പുകൾ ആരംഭിക്കുന്നതിനും കാരണമായി തീർന്നത് ഈ ഗൾഫ് ആത്മീയതയാണ്. അത് നിയന്ത്രിക്കാനായിട്ട് ഒരു സിനഡിനും ഒരു കൗൺസിലിനും ഒരു മണ്ഡലത്തിനും സാധ്യമല്ല. കാരണം ഞാനൊന്ന് എണ്ണി നോക്കിയപ്പോൾ എൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു എണ്ണി നോക്കിയപ്പം തന്നെ എനിക്കറിയാവുന്നത് തന്നെ ഒരു 5-8 കൂട്ടായ്മകൾ, ഈ ഗൾഫ് റിട്ടേൺഡ് കൂട്ടായ്മകളുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ എടവ മിഷനൊക്കെ അത് പോസിറ്റീവായിട്ട് പറയായിരിക്കും. എടവ മിഷൻ ശക്തിപ്പെടുന്നതിനും സന്നദ്ധ സുവിശേഷം ശക്തിപ്പെടുന്നതിനും കാരണമായി തീർന്നതും ഒരു ഗൾഫ് ആത്മീയതയാണ്. അതുകൊണ്ട് ഗൾഫ് ആത്മീയത
നല്ലതാണോ എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ആധ്യാത്മിക പുരോഗതിക്ക് അതിനൊരു വഴി ഒരുക്കിയെങ്കിലും ഈ സഭയ്ക്ക് പാരയായി തീർന്നതായ പെന്തിക്കോസ് പ്രസ്ഥാനങ്ങളും സഭയ്ക്കുള്ളിലുള്ളതായ ചെറിയ ചെറിയ കൂട്ടായ്മകളും സ്വതന്ത്ര സംഘടനകളും അതിന് ഗൾഫ് ആത്മീയത വഴി ഒരുക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. സംസാരിക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സാറേ. അതായത് ഇതിനോട് തന്നെ സംബന്ധിച്ചാണ് നമ്മുടെ 70കളിൽ നോക്കുകയാണെങ്കിൽ 70കളിൽ മുതൽ നമ്മുടെ അച്ഛന്മാര് ഗൾഫിലെ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയം നമ്മുടെ അച്ഛന്മാര് അവിടെ പോകാനും തുടങ്ങി, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാനും തുടങ്ങി. അപ്പൊ അത് എന്നിട്ടും അവിടെ ഇങ്ങനെ നമ്മുടെ സഭയ്ക്കുള്ളിൽ കയറി ഇങ്ങനെ ഒരു ഗൾഫ് ആത്മീയത അച്ഛൻ ഡിഫൈൻ ചെയ്തപോലെ ഉണ്ടായെങ്കിൽ അത് നമ്മുടെ ക്ലർജി അവിടെ പോയിട്ടുള്ള ക്ലർജിയുടെ ഒരു ഫെയിലിയർ അല്ലേ? അത് അവരെവിടെ ഗ്യാപ്പ് കൊടുത്തോ അവിടെയല്ലയോ ഇവര് കയറിയത്? അവിടുത്തെ ഞാൻ ഗൾഫില് വികാരിയായിട്ട് ഇരുന്നിട്ടില്ല, എന്നാൽ ഞാൻ കേട്ടതും എനിക്ക് വളരെ മാറി നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നത്തെ പോലെ ഓർഗനൈസ്ഡ് അല്ലാത്തതായ ഒരു സിറ്റുവേഷനില് എല്ലായിടത്തും എത്തിപ്പെടുന്നത് അച്ഛന്മാർക്ക് അസാധ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ അല്ല, ഇപ്പം കുവൈറ്റ് ഇടവക 4 ഇടവകയോ 5 ഇടവകയോ ആയി തീർന്നു. എന്നാൽ കുവൈറ്റ് ഡിവൈഡ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും വലുതായ ഇടവക കുവൈറ്റ് ഇടവക മാർത്തോമ ഇടവക കുവൈറ്റ് ഇടവകയാണ്. അതിനകത്ത് 4000 വീട്ടുകാരുണ്ട്. അപ്പോൾ അവിടെ ഒരു അച്ഛനെയോ 2 അച്ഛന്മാരെയോ അല്ലെ 3 അച്ഛന്മാരെയോ അവിടെ നിയോഗിച്ചാൽ പോലും അവർക്ക് എത്തിപ്പെടാനായിട്ടൊക്കത്തില്ല. മാത്രമല്ല പെന്തിക്കോസ് ആത്മീയതയ്ക്കുള്ളത് ഈ അച്ഛന്മാരുടെ ഈ ആത്മീയതയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഈ കൂട്ടായ്മ ആത്മീയതയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. കാരണം അവര് പറയുന്നത്, ഞാനത് ഇച്ചിരി പച്ചയായിട്ട് പറയും, ഈ അച്ഛന്മാരുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു ഉണക്ക ആത്മീയതയാ. ഇച്ചിരി ചൂടും ചൂരും ഒരിച്ചിരി ഇളക്കവും പെരുക്കവും അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഒരു ബഹിർസ്ഫുരണമൊക്കെ വേണമെങ്കിൽ പെന്തിക്കോസ് ആത്മീയത വേണം എന്നുള്ളതായ ജനങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛന്മാരുടെ അഭാവവും അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൻ്റെ അഭാവവും കാരണമായി തീർന്നിരിക്കാം. എന്നാൽ ഈ ഗൾഫ് ആത്മീയതയിൽ ഈ പെന്തിക്കോസ് ആത്മീയത പ്രവേശിച്ചത് വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അത് സഭയുടെ പൊതുവായിട്ടുള്ള ജീവിതത്തെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. ഇപ്പോൾ നമ്മൾ കേട്ട ഈ ശബ്ദരേഖ സമീപകാലത്ത് നടന്ന മാർത്തോമ അപ്പോളജറ്റിക്സ് വെബിനാറിൽ നിന്നുള്ളതാണ്. മാർത്തോമ സഭയുടെ പ്രൊട്ടസ്റ്റൻ്റ് വേദശാസ്ത്ര തന്മാത്ര എന്ന പേരിൽ റവറൻഡ് R.C. തോമസ് അച്ഛൻ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വെബിനാർ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ R.C. തോമസ് അച്ഛനെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. അദ്ദേഹം മാർത്തോമ സഭയിലെ സെമിനാരി അധ്യാപകൻ, നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ഒരു വൈദികനാണ്. ഏകദേശം 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു വെബിനാറിലാണ് അച്ഛൻ ഈ സുദീർഘമായി സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മലങ്കര മാർത്തോമ സുറിയാനി സഭ അതിൻ്റെ ആരാധനാക്രമത്തിലും പാരമ്പര്യങ്ങളിലുമൊക്കെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് രൂപ സ്വഭാവമുള്ള തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സഭയാണ്. എന്നാൽ ഇപ്പോൾ ഈ സഭയ്ക്ക് പൗരസ്ത്യ സ്വഭാവം നിഴലിക്കുന്നത് ആരാധനാക്രമത്തിലും വിശുദ്ധ കുർബാനയുടെ നടത്തിപ്പിലും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അതായത് ലിറ്റർജിയിൽ മാത്രമാണ് ഇപ്പോൾ ആ പൗരസ്ത്യ സഭാ സ്വഭാവം നിഴലിക്കുന്നത്. ജീൻ മ്യൂട്ടേഷൻ അഥവാ തന്മാത്രാ വ്യതിചലനം സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ സഭയുടെ തന്മാത്ര പരിശോധിച്ചാൽ അത് നവീകരണ പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് രൂപഭാവം കൈവരിച്ചിരിക്കുന്നു. ഇതാണ് അച്ഛൻ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. അതായത് അച്ഛൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുതിരയും കഴുതയും ചേർന്ന് കോവർ കഴുതിയായി മാറിയതുപോലെ മാർത്തോമ സഭ മാറിയിരിക്കുന്നു എന്നാണ് അച്ഛൻ്റെ കണ്ടെത്തൽ. മാർത്തോമ സഭയുടെ ഈ മാറ്റത്തിന് കാരണങ്ങൾ അച്ഛൻ അക്കമിട്ട് നിരത്തുന്നുണ്ട്. 4 അന്തർധാരകൾ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നതും. അതിൽ ഒന്നാമത്തെ കാര്യം 1860കളിൽ ഉണ്ടായ ഒരു ഉണർവ് പ്രസ്ഥാനമാണ്. സഭയുടെ രൂപീകരണത്തിലേക്കൊക്കെ നയിച്ചത് അതാണല്ലോ.
രണ്ടാമത്തെ കാര്യം 1870കളിൽ വിദ്വാൻ കുട്ടിയച്ചൻ അല്ലെങ്കിൽ യൂസ്തൂസ് ജോസഫിലൂടെ ഉണ്ടായ ഉണർവ് പ്രസ്ഥാനം. മൂന്നാമത്തെ കാര്യം ബ്രദറൻ മുന്നേറ്റം, ബ്രദറൻ പ്രസ്ഥാനം. നാലാമത്തെ കാര്യം ഗൾഫ് ആത്മീയത അഥവാ പെന്തക്കോസ്ത് ആത്മീയത. ഈ 4 കാര്യങ്ങളാണ് മാർത്തോമ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അഥവാ കുതിരയും കഴുതയും ചേർന്നുള്ള കോവർ കഴുതയുടെ അവസ്ഥയിലേക്ക് സഭയെ എത്തിച്ചിരിക്കുന്നതെന്നാണ് അച്ഛൻ്റെ കണ്ടെത്തൽ. ഈ വെബിനാറിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അത് പറ്റുമെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്കതിനു വേണ്ടി സമയമെടുക്കാം. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മലങ്കര മാർത്തോമ സുറിയാനി സഭ ലോകത്തിലെ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ക്രൈസ്തവ സഭയാണെന്നുള്ളതിന് ആർക്കും തർക്കമൊന്നുമില്ല. അതിശക്തമായ ഒരു റിഫോർമേഷനിലൂടെ അല്ലെങ്കിൽ നവീകരണത്തിലൂടെ രൂപപ്പെടുകയും ലിറ്റർജി, പൗരോഹിത്യം എന്നിവയിൽ ഈസ്റ്റേൺ സഭാ പാരമ്പര്യം പിന്തുടരുകയും ചെയ്യുന്നു എന്നതാണ് മാർത്തോമ സഭയുടെ അടിസ്ഥാന പ്രത്യേകത. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ പ്രൊട്ടസ്റ്റൻറ്റും ആചാരങ്ങളിൽ പൗരസ്ത്യവുമായ ഒരു തനതായ ശൈലിയുള്ള, തനതായ രൂപഭാവമുള്ള ഒരു സഭയാണ് മാർത്തോമ സുറിയാനി സഭ. കഴിഞ്ഞ 50-60 വർഷത്തെ മാർത്തോമ സഭയുടെ ചരിത്രം സൂക്ഷ്മമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു സഭാപ്രസ്ഥാനം എന്ന നിലയിൽ ഭൗതികമായ വലിയ കുതിച്ചുചാട്ടം സഭയ്ക്കുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ധാരാളം മനോഹരമായ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടു, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, പിന്നെ മറ്റ് നിരവധിയായ സാമൂഹ്യ സേവന സംവിധാനങ്ങൾ ഒക്കെ സഭ ഉണ്ടാക്കുകയും ഈ സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ലോകമെങ്ങും കുടിയേറിയ മലയാളികൾ ചെന്നിടത്തെല്ലാം പള്ളികൾ, മാർത്തോമ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുമുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന പള്ളികളാണ്, സഭയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പള്ളികളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാര്യം ഇങ്ങനെയൊക്കെയാണ്. സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടായി, സാമ്പത്തിക നേട്ടങ്ങളുണ്ടായി, സഭ വല്ലാതെ ഫ്ലറിഷ് ചെയ്തു, സാമൂഹ്യമായ അംഗീകാരമുണ്ടായി. ഇതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ സഭയുടെ അംഗസംഖ്യയിൽ വലിയ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് സഭ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ആ പ്രതിസന്ധി എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുമ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ അവസാനത്തെ 2 കാര്യങ്ങൾ, അതായത് ബ്രദറൻ സ്വാധീനവും പെന്തക്കോസ്ത് സ്വാധീനവും ഈ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എങ്ങനെ കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാർത്തോമ സഭയുടെ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ഏകദേശം 10-11 ലക്ഷം അംഗങ്ങൾ സഭയ്ക്കുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. 2011 സെൻസസ് അനുസരിച്ച്, അതായത് 15 വർഷം മുമ്പ് നടത്തിയ സെൻസസ് അനുസരിച്ച് കേരളത്തിൽ 4 ലക്ഷം മാർത്തോമക്കാരാണ് ഉള്ളത്. അത് ഔദ്യോഗികമായ കണക്കാണ്. ഈ 4 ലക്ഷം എന്നത് ഈ 15 വർഷം കൊണ്ട് അത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അടുത്ത സെൻസസ് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സഭ അതിൻ്റെ കൃത്യമായൊരു കണക്കുകൾ പുറത്തോട്ട് വിടുവാൻ തയ്യാറാകുമെന്ന് തന്നെ ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ ന്യൂ ജനറേഷൻ പെന്തക്കോസ്ത് സഭകളുടെ വളർച്ചയുടെ കാലമായിരുന്നു ഈ കഴിഞ്ഞ 15 വർഷങ്ങൾ. ഈ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് ഒഴുകിപ്പോയ ജനങ്ങളുടെ സംഖ്യ എത്രയാണെന്ന് ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ സഭകളിലെല്ലാം അംഗങ്ങളുടെ കുറവുണ്ടായ ഒരു കാലഘട്ടമാണിത്. കത്തോലിക്ക സഭ തൊട്ടിങ്ങോട്ട് CSI സഭ വരെയുള്ള എല്ലാ സഭകൾക്കും അംഗസംഖ്യയിൽ കുറവുണ്ടായിരിക്കുന്നു. പെന്തക്കോസ്തിലേക്ക് ആളുകൾ ഒഴുകിപ്പോയതാണ് ഈ അംഗസംഖ്യയുടെ കുറവിന് പ്രധാനമായ ഒരു കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതുമാത്രമല്ല കേട്ടോ, ഇങ്ങനെയുള്ള അംഗസംഖ്യ കുറയുവാൻ കാരണമായി തീർന്ന മറ്റ് പല ഘടകങ്ങളുണ്ട്. വിശദമായി അത് പരിശോധിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഞാൻ ഓടിച്ചു പറയാം. ഒന്നാമത്തെ കാര്യം, ജനസംഖ്യാ നിരക്കിൽ, ക്രൈസ്തവരുടെ ജനസംഖ്യാ നിരക്കിൽ ഉണ്ടായ കുറവാണ്. അതെല്ലാ സഭകളെയും ബാധിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെ എല്ലാ സഭകളെയും ഒരുപോലെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബയോളജിക്കൽ ഗ്രോത്ത് റേറ്റിൽ ഉണ്ടായ കുറവെന്ന് പറയുന്നത്. ക്രൈസ്തവ സമൂഹം അത് അപകടകരമായ നിലയിൽ കുറവ് വന്നിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, കുഞ്ഞുങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും 2 മക്കൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, ഇനി ഒരു
കുട്ടിയും വേണ്ട എന്നൊക്കെയുള്ള സങ്കല്പത്തിലേക്ക് ക്രൈസ്തവർ മാറിപ്പോയത് നമ്മുടെ ബയോളജിക്കൽ ഗ്രോത്ത് റേറ്റിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഉന്നതമായ സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന മാർത്തോമ സഭാംഗങ്ങളിൽ ഇത് വളരെ വ്യാപകമായി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ഗ്രോത്ത് റേറ്റ് സഭയിൽ അപകടകരമായ നിലയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദേശത്തേക്കുള്ള സഭാജനങ്ങളുടെ കുടിയേറ്റമാണ്. സഭാജനങ്ങളുടെ കുടിയേറ്റം എന്ന് പറയുമ്പോൾ അത് മാർത്തോമക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർത്തോമ സഭയിലെ വിശ്വാസികൾക്കുള്ള വിദ്യാഭ്യാസപരമായ ഔന്നത്യവും അവർക്കുണ്ടായിരുന്ന സാധ്യതകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മാർത്തോമ സഭാംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും നല്ലൊരു പങ്കും എല്ലാ കുടുംബങ്ങളിൽ നിന്നും തന്നെ വിദേശത്തേക്ക് ആളുകൾ പോയി. ആദ്യമൊക്കെ ഇത് ഗൾഫിലേക്കായിരുന്നപ്പോൾ അവിടെ പുരുഷന്മാർ മാത്രം പോകുന്നു, അല്ലെങ്കിൽ പോകുന്നവർ മടങ്ങി വരുന്ന അവിടെ കുടിയേറുവാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്തുണ്ടായ മാറ്റം ലോകം മുഴുവൻ ഒരു വില്ലേജായി മാറിയിരിക്കുന്നു. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും അല്ലെങ്കിൽ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ധാരാളം കുടിയേറ്റമുണ്ടായി. അങ്ങനെ പോയവർ, അത് വിദ്യാർത്ഥികളായിട്ടോ ജോലി തേടിയോ ഒക്കെ പോയ ആളുകൾ, അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നവർ മടങ്ങി വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത് ഇവർ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവരവരുടെ കുടുംബമായി ഒന്നിച്ചാണ് പോകുന്നത് എന്നുള്ളത് വലിയ മറ്റൊരു പ്രശ്നം. അപ്പോൾ കേരളത്തിലെ മാർത്തോമ സഭയുടെ മാത്രമല്ല, ഒരിക്കൽ കൂടെ പറയട്ടെ, കത്തോലിക്ക സഭ തൊട്ട് ഇങ്ങോട്ട് പെന്തക്കോസ്തുകാരുടെ വരെ അംഗസംഖ്യയിൽ ബയോളജിക്കൽ ഗ്രോത്ത് റേറ്റിൽ കുറവുണ്ടായതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകം അംഗസംഖ്യ കുറയുവാൻ കാരണമായി മാറിയത് വിദേശത്തേക്കുള്ള അമിതമായ കുടിയേറ്റമാണ്. അപ്പോൾ അത് വലിയ അപകടകരമായ അവസ്ഥയിൽ സഭകളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആർസി തോമസ് അച്ഛൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രണ്ട് കാരണങ്ങൾ, അവസാനം ഞാൻ പറഞ്ഞ ഈ രണ്ട് കാരണങ്ങളല്ല ഏറ്റവും പ്രധാനം. പെന്തക്കോസ്ത് ന്യൂ ജനറേഷൻ സഭകളിലേക്ക് മാർത്തോമ സഭയിൽ നിന്ന് വലിയ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായി അല്ലെങ്കിൽ ഒഴുക്കുണ്ടായി. അതാണ് സഭയെ അംഗസംഖ്യയിൽ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അച്ഛൻ പറഞ്ഞത് മാർത്തോമ സഭയോട് പെന്തക്കോസ്തുകാർ നന്ദി പറയണമെന്നാണ്. അതായത് ഗൾഫിലുണ്ടായ ആത്മീയത, ആ ആത്മീയതയ്ക്ക് അതിനെ സഭയിൽ പിടിച്ചു നിർത്തുവാൻ, അല്ലെങ്കിൽ അവിടുത്തെ സഭയുടെ ഗൾഫിലുണ്ടായ സഭയുടെ മാറ്റങ്ങളെ കണ്ടെത്തുവാനോ അതിനെ യഥാസമയം ആവശ്യത്തിന് അച്ഛന്മാരെ കൊടുത്ത് സഭാജനങ്ങളെ പിടിച്ചു നിർത്തുവാനോ ഒക്കെ കഴിയാതെ പോയതുകൊണ്ട് ഈ പെന്തക്കോസ്ത് ആത്മീയത സഭയ്ക്കകത്ത് വന്നതുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം പെന്തക്കോസ്തിലേക്ക് പോയത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് IPC പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നല്ലൊരു പങ്ക് മാർത്തോമക്കാരാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ മാർത്തോമക്കാർ അവിടേക്ക് വരുവാൻ കാരണമായി തീർന്നത് സഭ അതിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ നിന്ന്, അതായത് അതിൻ്റെ ഈസ്റ്റേൺ പാരമ്പര്യത്തിൽ നിന്ന് സഭ വ്യതിചലിച്ചു പോയതുകൊണ്ടാണ്. ഈ പെന്തക്കോസ്ത് ആത്മീയതയിലേക്ക് അല്ലെ ഗൾഫ് ആത്മീയതയിലേക്ക് സഭാജനങ്ങൾ മാറിപ്പോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ടാണ് അച്ഛൻ പറയുന്നത്, ഈ പെന്തക്കോസ്തുകാർ മാർത്തോമക്കാരോട് നന്ദി പറയണം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ പെന്തക്കോസ്തിൽ ആഭരണധാരണം സംബന്ധിച്ച് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുഖാന്തരമായത് ഞങ്ങൾ പാസ്റ്റർ KC ജോണുമായി നടത്തിയ ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ആഭരണധാരണത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നില്ല അത്. ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സന്ദർഭവശാൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഈ മാർത്തോമ സഭയിൽ ഒരു വലിയ ഉണർവ് ഇവിടെ ഉണ്ടായി, അല്ലെ സമുദായ സഭകളിൽ ഒരു വലിയ ഉണർവുണ്ടായി. ആ ഉണർവുണ്ടായ 3-4 വർഷങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് പാസ്റ്റർ KC ജോൺ. ആ കാലഘട്ടത്തിൽ മാർത്തോമ സഭയിലെ അല്ലെങ്കിൽ CSI സഭയിലെയൊക്കെ ധാരാളം ആളുകൾ സ്നാനപ്പെടുകയും അങ്ങനെ വലിയൊരു ആത്മീയ ഉണർവിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവരിൽ നല്ലൊരു പങ്കും ഇപ്പോഴും മാർത്തോമ സഭയിലൊക്കെ നിൽക്കുന്നു. അതിൻ്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പെന്തക്കോസ്തുകാർ ആഭരണം വർജിക്കുവാൻ എടുത്ത തീരുമാനമാണ്, അല്ലെങ്കിൽ ആഭരണ വർജനമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഒഴുക്ക് ആ കാലഘട്ടത്തിൽ തന്നെ പെന്തക്കോസ്തിലേക്ക് ഉണ്ടാകുമായിരുന്നു എന്നാണ് പാസ്റ്റർ KC ജോൺ ചൂണ്ടിക്കാണിച്ചത്. ചരിത്രപരമായ ഒരു വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അത് വെച്ച് ഞാൻ പറയട്ടെ,
മാർത്തോമ സഭ സത്യത്തിൽ പെന്തക്കോസ്തുകാരോടാണ് നന്ദി പറയേണ്ടത്. കാരണം ഈ ആഭരണ വർജനം എന്നുള്ള ഒരു കാര്യത്തിന് ഇത്ര പ്രാധാന്യത്തോടെ ഇത്ര സ്ട്രിക്റ്റായിട്ട് പെന്തക്കോസ്തുകാർ അതിനെ കൊണ്ട് നടന്നതുകൊണ്ടാണ് മാർത്തോമ സഭയിൽ ഇപ്പോൾ കുറേ ആളുകളെങ്കിലും ഉള്ളത്. അതുകൊണ്ട് മാർത്തോമ സഭ പെന്തക്കോസ്തുകാരോട് നന്ദി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.